പത്തനംതിട്ട തിരുവല്ല വേങ്ങലിൽ ദമ്പതികൾ കാറിനുള്ളിൽ വെന്തു മരിച്ചു. തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചത്. കാറിനുള്ളിൽ നിന്ന് തന്നെയാണ് തീ പടർന്നതെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിലൂടെ തെളിഞ്ഞു. സ്ഥലത്ത് പെട്രോളിംഗിനെത്തിയ പോലീസ് സംഘമാണ് ആദ്യം വാഹനത്തിന് തീ പിടിച്ചത് കാണുന്നത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും കാർ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് ദമ്പതികൾ എന്തിനെത്തിയെന്നതിൽ ആദ്യം ദുരൂഹത ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തിരുവല്ല ഡിവൈഎസ്പി സ്ഥിരീകരിക്കുകയായിരുന്നു. തിരുവല്ല തുകലശ്ശേരി സ്വദേശി രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതെന്ന് പിന്നീട് പോലീസ് അറിയിക്കുകയായിരുന്നു. അതേസമയം മരണപ്പെട്ട ദമ്പതികളുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. ഏക മകൻ ലഹരിക്കടിമയായതിന്റെ മനോവിഷമം കാരണം ജീവനെടുക്കുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് ദമ്പതികൾ എന്തിനെത്തിയെന്നതിൽ പോലീസിന് സംശയങ്ങളുണ്ടായിരുന്ന സാഹചര്യം ഇതോടുകൂടി മാറുകയായിരുന്നു. പിന്നീട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇവർ ജീവനൊടുക്കിയതാവാമെന്ന സാധ്യതയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയത്. ഇവരുടെ മകൻ സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇനി ചികിത്സിക്കാൻ പണമില്ലെന്നും പോലീസ് ഇടപെട്ട് തുടർ ചികിത്സ നൽകണമെന്നും കുറിപ്പിൽ പറയുന്നു. മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ലെന്നും ദമ്പതികൾ ആത്മഹത്യാക്കുറിപ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് കുറിപ്പ് കണ്ടെടുത്തത്. മകനുമായി രാജു തോമസും ഭാര്യയും തർക്കത്തിലായിരുന്നുവെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. മകന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മദ്യപാനശീലം, വീട് ജപ്തി തുടങ്ങിയ പ്രശ്നങ്ങളാണ് ദമ്പതികളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് ബന്ധുക്കളും പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.